ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ PM ശ്രീ നടപ്പിലാക്കുന്ന PM ശ്രീ അല്ല NEP PMC ഇപ്പോഴാണ് NEP നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 2023 ജൂൺ മാസം 5-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ചിട്ട് NEP പരിഷ്കാരങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു. 2003 കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി. അതായത് നമ്മുടെ 4 വർഷ കോഴ്സ്, ഓണേഴ്സ് കോഴ്സ്, ഏതാനും സബ്ജക്റ്റുകളിൽ കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി. 2024 ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കി. നമ്മുടെ സ്കൂൾ തലത്തിലുണ്ട പരിപാടികൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കുന്നതിന് ഒരു തടസ്സം ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതായിരുന്നു. അതിപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും അതിവേഗം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ചിന്താക്കുഴപ്പങ്ങൾ ഒന്നുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രചരണങ്ങളും അങ്ങനെയുള്ള കാര്യം അത് രാഷ്ട്രീയമായിട്ട് കരുതിയാൽ മതി. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾക്ക് പരിശോധിക്കാം. 2023 ജൂൺ മാസം 5-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ പുതിയ പരിഷ്കാരങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ പുതിയ നയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും കേരള യൂണിവേഴ്സിറ്റി മാത്രം ആദ്യമായിട്ട് ചില കോഴ്സുകൾ നടപ്പിലാക്കുകയും ചെയ്തു. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം 24, 25 ഒക്കെ ആയിട്ട് നടപ്പിലാക്കുകയാണ്. ആ സ്കൂൾ തലത്തിലുള്ളതിൻ്റെ ചില തടസ്സമുണ്ടായിരുന്നു, അത് മാറിക്കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഈ വിദ്യാഭ്യാസം വരുന്നത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ. കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വൊക്കേഷണൽ കോഴ്സുകൾ തുടങ്ങണം. 6-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഉൽപ്പാദന കേന്ദ്രത്തെ അവരെ കൊണ്ടേ കാണിക്കണം. അവരതിനെപ്പറ്റി എഴുതും. അവർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. 9-ാം ക്ലാസ് തൊട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് അത് തുടങ്ങണം. 12-ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒരു ജോലി ചെയ്യാനുള്ള നോളജ്, അറിവ് ഈ കുട്ടിക്കുണ്ടായിരിക്കും. ഒന്ന് സ്വയം തൊഴിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നടപ്പിലാക്കണം, അതായത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ കേന്ദ്രത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാരുകളാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അത് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അത് കാലാകാലമായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ ചിന്താക്കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിക്ക് 6 മണിക്ക് ഫ്ലൈറ്റാണ്. അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും. ഞാൻ ഈ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വന്നതാണ്. ബാക്കിയുള്ള സംഘടനാ കാര്യങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും. അതായത് ഈ കേരളത്തിലെ മാധ്യമ ധർമ്മം നടപ്പിലാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ മുമ്പിൽ മുട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടിൽ നിൽക്കുകയാണ്. ആ ധാർമ്മിക അടിത്തറയുടെ മുമ്പിൽ മുട്ടിൽ നിൽക്കുന്നു. നന്ദി, നമസ്കാരം.